ഒരു കാലത്ത് വില കൂടിയ ബാഗുകളും ബ്രാൻഡഡ് വാച്ചുകളും ഡിസൈനർ വസ്ത്രങ്ങളുമായിരുന്നു യുവത്വത്തിന്റെ സ്റ്റാറ്റസ് സിംബൽ. എന്നാൽ ഇന്ന് ചൈനയിലെ യുവാക്കൾ ലക്ഷങ്ങൾ വില വരുന്ന ബാഗുകൾക്കല്ല, ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റുകൾക്കും ക്ഷേത്ര ദർശനങ്ങൾക്കും ഫെങ്ഷൂയി ആഭരണങ്ങൾക്കുമാണ് പണം ചിലവഴിക്കുന്നത്. സാമ്പത്തിക അനിശ്ചിതത്വം ഒരു തലമുറയെ ആത്മീയതയിലേക്ക് തിരിക്കുകയാണോ, അതോ ഇതും ഒരു പുതിയ ഉപഭോക്തൃ സംസ്കാരത്തിന്റെ തുടക്കമാണോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ വേഗത കുറഞ്ഞു. അതോടെ തൊഴിലവസരങ്ങളും കുറഞ്ഞു. വീടുകളുടെ വിലയിടിവ്, തൊഴിലില്ലായ്മ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഇതെല്ലാം ചേർന്നപ്പോൾ യുവജനങ്ങളുടെ മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് ചൈനയിൽ ഷുവാൻഷെ അഥവാ ആത്മീയ മിസ്റ്റിസത്തെ ചുറ്റിപ്പറ്റിയുള്ള വിപണി അതിവേഗം വളരാൻ തുടങ്ങിയത്. ഭാഗ്യം വർദ്ധിപ്പിക്കുമെന്ന വിശ്വാസമുള്ള ആഭരണങ്ങൾ, ക്രിസ്റ്റലുകൾ, സുഗന്ധദ്രവ്യങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, ക്ഷേത്ര സന്ദർശനങ്ങൾ ഇവയെല്ലാം ഇന്ന് പുതിയ ആഡംബര വസ്തുക്കളായി മാറുകയാണ്. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഷിയാവോ ഹോങ്ഷുവിൽ ഷുവാൻഷെ എന്ന ഹാഷ്ടാഗിന് ബില്യൺ കണക്കിന് കാഴ്ചകളുണ്ട്. ഇത് മതവിശ്വാസത്തിന്റെ മാത്രം കഥയല്ല. മാനസിക ആശ്വാസം വാങ്ങാൻ ആളുകൾ പണം ചെലവഴിക്കുന്ന ഒരു പുതിയ സമ്പദ് വ്യവസ്ഥയാണ് ഇത്. എൻ്റെ ജീവിതം നിയന്ത്രണത്തിലല്ല എന്ന തോന്നലിന് പകരം എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്നു എന്ന ആത്മവിശ്വാസം ഇത്തരം വിശ്വാസങ്ങൾ നൽകുന്നുവെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. അതായത് ഇത് ആത്മീയത മാത്രമല്ല, വലിയ ബിസിനസ്സുമാണ്. ഫാഷൻ ബ്രാൻഡുകൾ പോലും ഇന്ന് സെൻ ശൈലിയിലുള്ള ഉൽപ്പന്നങ്ങളും പ്രകൃതിയെയും ആത്മീയതയെയും മുൻനിർത്തിയുള്ള മാർക്കറ്റിംഗുമാണ് സ്വീകരിക്കുന്നത്. ആത്മീയ അനുഭവങ്ങൾ പോലും ഇന്നൊരു പ്രീമിയം ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നമായി മാറുകയാണ് ചൈനയിൽ. ഒരു തലമുറയുടെ സ്വപ്നങ്ങൾ മാറുമ്പോൾ അവരുടെ ഷോപ്പിംഗ് ലിസ്റ്റും മാറും. ഒരു കാലത്ത് ബ്രാൻഡുകളുടെ ലോഗോകളാണ് വിജയത്തിൻ്റെ അടയാളങ്ങളായിരുന്നെങ്കിൽ ഇന്ന് മനസ്സിന് സമാധാനം ലഭിക്കുമെന്ന വിശ്വാസമാണ് പുതിയ ആഡംബരത്തിന് ആധാരം. ചൈനയിലെ ഈ സ്പിരിച്വൽ ലക്ഷറി ട്രെൻഡ് ലോകത്തിൻ്റെ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ? സാമ്പത്തിക പ്രതിസന്ധി മനുഷ്യനെ വീണ്ടും ആത്മീയതയിലേക്ക് തിരികെ കൊണ്ട് പോവുകയാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും?